ഇത്രയും നല്ലൊരു സിനിമ കണ്ടിട്ട് കുറേ നാളായി. ആദ്യമൊക്കെ ഒരു ഇത് തോന്നിയെങ്കിൽ അവസാനം അടിപൊളിയായിരുന്നു. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു മെമ്മറിയാണ്. പിന്നെ നല്ലൊരു റിവെഞ്ച് സ്റ്റോറിയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. എടുത്തറിയ ഇന്നത്തെ കാലത്തിൽ നടക്കുന്നതല്ലേ. നല്ല സിനിമ, പ്രതീക്ഷിച്ച പോലെ തന്നെ ഉണ്ട്. കൊള്ളാം, നല്ല സിനിമ. ട്രെയിലറിനെക്കാട്ടും സൂപ്പർ. നല്ല അഭിനയം, തിരിച്ചുവരവ് തന്നെ സൂപ്പർ, നല്ല അടിപൊളി, നന്നായിരുന്നു, അടിപൊളി, നല്ല സിനിമ, അടിപൊളി സിനിമ, ബ്രില്യൻറ്റ്, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നല്ലൊരു സിനിമ കണ്ടിട്ട് കുറേ നാളായി. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും തിരിച്ചുവരവ്. സൂപ്പറായിരുന്നു, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. ഓ ലാലേട്ടൻ അടിപൊളി. ആദ്യമൊക്കെ ഒരു ഇത് തോന്നിയെങ്കിൽ അവസാനം അടിപൊളിയായിരുന്നു. നൈസ് മൂവിയാണ്. ലാലേട്ടൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കംബാക്ക് മൂവിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. പുതിയ ഡയറക്ടറാണെന്ന് എനിക്കറിയില്ല, കൺഫേം അല്ല. എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ആക്ച്വലി മോഹൻലാലിൻ്റെ പഴയ കാലത്തെ കുറേ ഫോട്ടോസുകളും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പഴയ ഒരു ലാലേട്ടൻ്റെ മെമ്മറീസ് എല്ലാം ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു മെമ്മറിയാണ്. പിന്നെ നല്ലൊരു റിവെഞ്ച് സ്റ്റോറിയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. കൊള്ളാം, നല്ല അഭിനയമായിരുന്നു. നല്ല പടമാണ് കാണാൻ. ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എമ്പുരാനിലെക്കാളും നല്ല മനോഹരമായിട്ടുള്ള ആക്ടിങ്ങും ഇമോഷണൽ സീനെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കൊള്ളാം, അടിപൊളി. ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. യൂത്തിനും എല്ലാവർക്കും മാസും എൻ്റർടൈൻമെൻറ്റും ഇമോഷണലും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി പടമാണ്. സൂപ്പർ പടം, നന്നായിട്ടുണ്ട്. എടുത്തറിയ ഇന്നത്തെ കാലത്തിൽ നടക്കുന്നതല്ലേ. വില്ലൻ അടിപൊളിയാണ്.